ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു കാരക്കുഴമ്പിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. കാരക്കുഴമ്പ് തയ്യാറാക്കാൻ 200 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 5 തക്കാളിയും 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് വെന്ത് വരുന്നവരെ കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇത്രയും പൊടികളും കൂടി ചേർത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞൊഴിക്കാം. ഉള്ളിയും തക്കാളിയും വഴറ്റുന്ന സമയത്ത് വെണ്ടക്ക കൂടി അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ വഴുവഴുപ്പൊന്ന് പോയി കിട്ടാൻ ഞാനത് മറന്നുകൊണ്ട് വെണ്ടക്ക ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നേരത്തെ തയ്യാറാക്കിയ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെണ്ടക്ക കാരക്കുഴമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.